ഹായ് ഡിയർ ഫ്രണ്ട്സ്, സേ ഡേയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സൂപ്പർ ഒരു ഡിഷുമായിട്ടാണ്. അടിപൊളി ടേസ്റ്റുമാണ്, ക്രീമിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്കിതിനാവശ്യമായിരുന്നു ചിക്കൻ വേണം. ചിക്കൻ ഞാൻ ബ്രസ്റ്റ് പീസ് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വളരെ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുക. അതും കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് തൈര് ഇട്ട് കൊടുക്കണം. ഇത്ര മാത്രം മതി. 1 ടേബിൾ സ്പൂണ് തൈര് ഇട്ട് കൊടുക്കുക. ഈ തൈരും കൂടി ഇട്ട് അല്ലെങ്കിൽ ചെറുനാരങ്ങ നീരുണ്ടെങ്കിൽ അതായാലും മതിയാകും. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് 10 മിനിറ്റെങ്കിലും നമുക്ക് ടൈം ഉണ്ടെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഈ മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിലൊന്ന് പിടിച്ചിരിക്കും. അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇപ്പോൾ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ ആ ചിക്കനല്ല നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ചിക്കന് നിങ്ങൾ പൊരിക്കുമ്പോൾ ഫ്ലെയിം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിൽ വെക്കുക. പെട്ടെന്ന് അല്ലെങ്കിൽ നമുക്കത് കുക്കാവാണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് കരിയുകയും ചെയ്യും, പിന്നെ അത് കുക്കാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് നമുക്കൊന്ന് മൂടി വെച്ചേക്കാം. മൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് വേഗം. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ചിക്കനെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ ഞാൻ ഒന്ന് കുത്തി നോക്കുമ്പോൾ വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമിന് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു സവാള ഹാഫ് സ്ലൈസാക്കി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അതും കൂടി നന്നായിട്ടൊന്ന്, ഇത് ഭയങ്കര എടുക്കുക അങ്ങനെ ഒന്നും വേണ്ട, എന്നാൽ റോ ടേസ്റ്റ് ഒന്ന് മാറിയാൽ മതി. സവാളൻ്റെ ആ ടേസ്റ്റ് ഒന്ന് മാറിയതിന് ശേഷം ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഞാൻ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് ലേശം കുരുമുളക് നിങ്ങൾക്ക് വേണമെങ്കിൽ അതും കൂടി നമുക്ക് ഇട്ട് കൊടുത്തൊക്കെ ഒന്ന് സോട്ട് ചെയ്ത് ഇട വെക്കാം. അപ്പോൾ അതവിടെ നിന്ന് തണുത്ത് വരുന്ന സമയത്ത് നമുക്കിതിനൊരു മാവ് തയ്യാറാക്കി എടുക്കാം. ഒരു ബാറ്റർ വേണം. അപ്പോൾ ആ ബാറ്റർ വേണ്ടിയിട്ട് ഞാൻ 5 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറിയ പീസായിട്ട് കീറി എടുത്തിട്ട് നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടയാണ്. മുട്ട ഒരു 3 മുതൽ 4 മുട്ട വരെ നമുക്കിതിനകത്ത് യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഞാനൊരു 3 മുട്ടയാണ് എടുക്കുന്നത്. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും ഉള്ളത്. അപ്പോൾ 3 മുട്ടയും കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം ഇതിനകത്ത് ഒരു 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. പാലിനളവ് നമുക്ക് വേണമെങ്കിൽ കൂട്ടട്ടെ, ഒരു 1/2 കപ്പ് വരെ ആകാം. അതിന് മുകളിലേക്ക് പോകണ്ട, പിന്നെ നമുക്കത് വല്ലാണ്ട് ലൂസായി പോകും. 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ. പിന്നെ ഇതിലേക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക, സൺഫ്ലവർ ഓയിൽ. പിന്നെ ഉപ്പ്, കുരുമുളകും. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഞാൻ മിക്സിയിൽ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ദോശ ബാറ്ററിൻ്റെ ആ ഒരു രീതിക്കാണ് നമ്മളിത് അടിച്ചെടുത്തിട്ട് വരേണ്ടത്. അപ്പം അതവിടെ മാറ്റി വെക്കാം. ഇതിന് ശേഷം ഒരു പാൻ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ലേശം ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ വെച്ചൊരു കുറച്ച് ബട്ടർ, ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ തന്നെ നമുക്കിത് ഒരു സോസ് ഉണ്ടാക്കി എടുക്കണം, ഒരു വൈറ്റ് സോസ്. അപ്പോൾ ഇതിലേക്ക് ഒരു 1.25 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. അത്ര തന്നെ മതിയാവും, അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് ആ ബട്ടറിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. നമ്മൾ എന്നിട്ട് ഫ്രൈ ആക്കുമ്പോൾ തീ വളരെ കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോയും. അപ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കതിനകത്തേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ വളരെ കുറച്ച് പാലാണ്, അതായത് 1/4 കപ്പ് പാലിട്ടുള്ളൂ. ഞാൻ ഇതിനകത്തേക്ക് പിന്നെയും പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് കുറുകുന്നതിനനുസരിച്ച് ഞാനൊന്ന് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ലൂസാക്കി കൊണ്ടുവരാണ് ചെയ്തത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ കട്ടയെല്ലാം നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കണം. ഒട്ടും കട്ടയില്ലാതെ നമുക്ക് ഈ സോസ് തയ്യാറാക്കി എടുക്കണം. ഇപ്പോൾ ഞാൻ കുറച്ചും കൂടി പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് കുറുക്കിയെടുത്തതിന് ശേഷം ഒരു മുട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി നന്നായിട്ട് കുറുക്കിയെടുത്തിട്ട് നമുക്ക് പിന്നെ ഈ ഒരു പാകത്തിനൊക്കെ നമുക്ക് ഇറക്കി വെക്കാം. വേണമെങ്കിൽ കുറച്ചും കൂടി ലൂസ് വേണമെങ്കിൽ കുറച്ചും കൂടി പാൽ ഒഴിച്ച് നിങ്ങൾ ലൂസാക്കി വെച്ചോളൂ. പിന്നെ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കണം, അല്ലെങ്കിൽ ഒരു തവ യൂസ് ചെയ്താൽ മതി. അത് ഒരു പാത്രത്തിൻ്റെ മുകളിൽ പഴയ ദോശക്കല്ലോ അല്ലെങ്കിൽ പഴയ നമ്മുടെ പാത്രം മൂടി ഉണ്ടാവില്ലേ, അതോ അങ്ങനെ എന്തെങ്കിലും ഒരു പാത്രം വെക്കുക. കാരണം ബ്രെഡ് ആയത് കാരണം ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും, സെറ്റാവുകയും ചെയ്യില്ല. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതെല്ലായിടത്തും ഒന്ന് തടയും. പക്ഷേ നമുക്ക് ആ ബാറ്റർ
ഒഴിച്ചു കൊടുക്കുക. ഈ ബാറ്റർ ഒരു കുറച്ച് ശ്രദ്ധിക്കുക, വളരെ കുറച്ച് വെക്കുക. അതിന് ശേഷം ഇത് മൂടി വെച്ച് സെറ്റാക്കുക. മൂടി വെച്ച് സെറ്റാക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് കഴിഞ്ഞ് പെട്ടെന്ന് സെറ്റാവും. അത് തുറന്ന് നോക്കുമ്പോൾ മുകൾ ഭാഗം സെറ്റായി, ഏകദേശം സെറ്റായി എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ചിക്കൻ്റെ ഫില്ലിംഗ് അല്ലേ, അത് ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒന്ന് നമ്മൾ ആ ബാറ്റിൻ്റെ ലെവലിലേക്ക് അനുസരിച്ചിട്ട് ഒരു ഭാഗം ഒഴിവാണ്ട് നമ്മളിങ്ങനെ കൊടുക്കുക. അതിന് ശേഷം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വൈറ്റ് സോസ്. പിന്നെ നിങ്ങൾക്ക് ഈ സമയത്ത് ഇത് കരിഞ്ഞു പോകും അങ്ങനെ എന്തെങ്കിലും പേടി ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ ഓഫ് ചെയ്തോളൂ. ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതെല്ലാം വേണമെങ്കിൽ സെറ്റ് ചെയ്തതിന് ശേഷം രണ്ടാമത് ഗ്യാസ് ഓണാക്കിയാൽ മതി. ഇപ്പോൾ ഇത് കുറച്ച് സോസ് കുറച്ചൊന്ന് കുറുകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന് കുറച്ചുകൂടെ ലൂസാക്കിയിട്ട് നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതൊന്ന് പിന്നെ ഒന്ന് കുറുകരുത്. അപ്പോൾ അതും കൂടി ഇട്ടുണ്ട്. ഞാനിപ്പോൾ ഇന്നത്തെ മുകളിൽ ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്രേറ്റ് ആയിട്ട് മസാലയാണ് യൂസ് ചെയ്തത്. അതും കൂടി ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് അതും അതിൻ്റെ മുകളിൽ നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ചീസിൻ്റെ ഇഷ്ടമുണ്ടെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കും. അപ്പം അതും കൂടി എല്ലായിടത്തും ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഓറിഗാനോ അതിൻ്റെ മുകളിലേക്ക്. അപ്പം നമുക്കൊരു പിസ്സേൻ്റെ ഒരു ടേസ്റ്റ് എല്ലാം വരും. നമ്മൾ വീട്ടിലിപ്പോൾ ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പിസ്സേൻ്റെ ഒരു ടേസ്റ്റൊക്കെ വരും. അതിലേക്ക് ചില്ലിട്ട് കൊടുക്കുക. നന്നായിട്ട് എരിവ് ഇഷ്ടമാണെങ്കിൽ കുറച്ച് നല്ലോണം ഇട്ട് കൊടുത്തോളൂ. അപ്പോൾ ചില്ലി ഫ്ലേക്സെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റെങ്കിലും വെക്കുക. ആ സമയത്തും കൂടി നമ്മുടെ ചീസെല്ലാം മെൽറ്റായി എല്ലാം കൂടി നല്ല സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ നല്ല ചൂടാണ്, അതുകൊണ്ടാണ് ഞാൻ കൈ കൊണ്ട് മുറിച്ചെടുക്കാത്തത്. കണ്ടോ, ചീസൊക്കെ കണ്ടോ മുറിച്ച സമയത്ത് ഞാനപ്പോൾ അതുകൊണ്ട് ഒരു സ്പൂണിലാണ് വെച്ചിരിക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.